അതൊക്കെ ബോധപൂർവം ഉണ്ടാക്കുന്ന ഘടകങ്ങളാണ് എന്ന് അതുകൊണ്ട് തന്നെ മനസ്സിലാക്കണം. തെരഞ്ഞെടുപ്പ് വരുമ്പോഴാണ് ഇത് പൊക്കുന്നത്. എന്താ നേരത്തെ പോകാത്തത്? അല്ല, അതുകൊണ്ട് നമുക്ക് ഒരു കാര്യമൊന്നുമില്ല. നമുക്കിതിനെ കൊണ്ട് വലിയ പ്രശ്നവുമില്ല. ഇത് വലിയൊരു പ്രതിസന്ധിയല്ല നമുക്ക്. ഓക്കെ, മതി. ഇതൊന്നും ഒരു പ്രതിസന്ധിയല്ല, പ്രശ്നമല്ല എന്ന കാര്യമാണ് കെ സുധാകരൻ പ്രതികരിച്ചിരിക്കുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ തൊട്ടരികെ നിൽക്കുമ്പോഴാണ് ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനെതിരെ ഈ പുനർജനി പദ്ധതിയുമായി ബന്ധപ്പെട്ട് വിദേശ നാണ്യ വിനിമയ ചട്ടം ലംഘിച്ചിട്ടുണ്ട്, ഇക്കാര്യത്തിൽ CBI അന്വേഷണം വേണം എന്ന് നേരത്തെ അന്വേഷണം നടത്തിയ വിജിലൻസ് ശുപാർശ ചെയ്യുന്നത്. പ്രേക്ഷകരുടെ അറിവിലേക്ക്, ഇത് 2018 പ്രളയബാധിതരെ, പറവൂർ മണ്ഡലത്തിലെ പ്രളയബാധിതരെ സഹായിക്കാനുള്ള പദ്ധതിയാണ് വി.ഡി. സതീശൻ ആവിഷ്കരിച്ച പുനർജനി എന്ന പദ്ധതി. ഇതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം UK നടത്തിയ സന്ദർശനത്തിൽ അവിടെ നിന്ന് ഏതാണ്ട് 20 ലക്ഷത്തോളം രൂപ മണപ്പാട് ഫൗണ്ടേഷൻ എന്ന പേരിൽ ഇതിൻ്റെ ഈ പുനർജനി പദ്ധതിയുടെ നടത്തിപ്പുകാരായ അതിലേക്ക് എത്തി എന്ന ആരോപണമുണ്ട്. ഇതുകൂടാതെ ഈ നെയ്ത്തു യന്ത്രങ്ങളൊക്കെ വാങ്ങുന്നതിന് വേണ്ടി ഓരോരുത്തരും 500 പൗണ്ട് വീതം നൽകണം എന്ന് വി.ഡി. സതീശൻ അഭ്യർത്ഥിക്കുന്നതിൻ്റെ വീഡിയോയും തെളിവായി പരാതിക്കാർ വിജിലൻസിന് സമർപ്പിച്ചിരുന്നതാണ്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് 2020 നിയമസഭാ സമ്മേളനത്തിൽ ഈ വിഷയം ഉയർന്നു വന്നതാണ്. അന്ന് വി.ഡി. സതീശൻ ഇക്കാര്യത്തിൽ വിജിലൻസിൻ്റെ അന്വേഷണം നടക്കട്ടെ എന്ന് വെല്ലുവിളിക്കുകയും ചെയ്തിരുന്നു. വിജിലൻസ് അന്വേഷണം നടന്നു. ഇതിനൊപ്പം തന്നെ CBI അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് കേരള ഹൈക്കോടതിയിൽ ഹർജി വന്നിരുന്നു. കേരള ഹൈക്കോടതി ആ ഘട്ടത്തിൽ ഇതിൽ അനുചിതമാണ് ഇപ്പോൾ ഇടപെടുന്നത് എന്ന നിലപാടാണ് അന്നത്തെ ചീഫ് ജസ്റ്റിസ് ആയിരുന്ന മണികുമാറിൻ്റെ നേതൃത്വത്തിലുള്ള ബെഞ്ച് സ്വീകരിച്ചിരുന്നത്. പിന്നീട് ED അന്വേഷണവും വന്നു. ഇതുമായി ബന്ധപ്പെട്ട് വിജിലൻസിൻ്റെ FIRനെ അടിസ്ഥാനപ്പെടുത്തിയുള്ള ED അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. അവരൊരു അന്തിമ നിഗമനത്തിലേക്ക് ഇതുവരെ എത്തിച്ചേർന്നിട്ടില്ല. അതിനിടെയാണ് ഇപ്പോൾ വിജിലൻസ് ഈ വിഷയത്തിൽ വിദേശ നാണ്യ വിനിമയ ചട്ടലംഘനമുണ്ടായിട്ടുണ്ട്, അതുകൊണ്ട് CBI അന്വേഷിക്കണം എന്ന ശുപാർശ നൽകിയിട്ടുള്ളത്. 1 വർഷം മുമ്പ് വിജിലൻസ് ഡയറക്ടർ യോഗേഷ് ഗുപ്ത നൽകിയ ശുപാർശയാണ് ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ മേശപ്പുറത്തെത്തിയിരിക്കുന്നത്. തീരുമാനം ഉടനുണ്ടാകും. മുഖ്യമന്ത്രി ഒപ്പിടുകയോ മന്ത്രിസഭാ യോഗത്തിലേക്ക് ഈ ഫയലെത്തി മന്ത്രിസഭാ യോഗത്തിൻ്റെ തീരുമാനം CBI അന്വേഷണം സംബന്ധിച്ച് വന്നേക്കും. അതോടൊപ്പം തന്നെ വിജിലൻസ് മറ്റൊരു ശുപാർശ കൂടി നൽകിയിട്ടുണ്ട്. അത് സ്പീക്കർക്കാണ് ആ ശുപാർശ നൽകിയിട്ടുള്ളത്. നിയമസഭാംഗം എന്ന നിലയിലുള്ള നിയമസഭാംഗം പാലിക്കേണ്ട ചട്ടങ്ങളൊക്കെ വി.ഡി. സതീശൻ മറികടന്നിരിക്കുന്നതിനാൽ അദ്ദേഹത്തിനെതിരെ നടപടിയെടുക്കണം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.